എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്നാ അടൂരുള്ളൊരു സംഭവമുണ്ട്. ഈ ഡിസൈൻസ് ഒലിവിയ ഡിസൈൻസ്. അതിനകത്ത് കുറേ പെൺകുട്ടികളെ അവിടോട്ട് വിളിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവിടെ ഹരാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീഡിയോസും കാര്യങ്ങളും കുറച്ച് നാളായിട്ട് ഞാൻ യൂട്യൂബ് എന്നാ തുറന്നാലും അവരുടെ കാര്യങ്ങൾ അവർ ന്യായീകരിച്ച് ചെയ്യുന്നത് ഈ സംഭവം ഒന്നും പറ്റത്തില്ലെങ്കിൽ രണ്ടിനെ പിടിച്ച് ഭാര്യയും ഭർത്താവിനെ രണ്ട് അടി കൊടുത്തിട്ട് പരിപാടി നിർത്തിക്കാൻ പറയും. അല്ലാതെ ഇപ്പോൾ ഇവരെ യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ അങ്ങനെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ലാതെ ചുമ്മാ അത് യൂട്യൂബിൽ കിടന്ന് ഇത് അങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഒരു പരിഹാര മാർഗം ഉണ്ടാകുന്നില്ല. ഒന്നുകിൽ അവർക്കെതിരെ ശക്തമായ കേസും കാര്യങ്ങളുമായിട്ട് തെളിവ് സഹിതം അതിൽ നിന്ന് ആൾക്കാർ പോവുക. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ അവരെ ചുമ്മാ അവരുടെ അത് പറയുന്നു ഇത് പറയുന്നു. അവരതിലും വലിയ ന്യായീകരണമായിട്ട് അപ്പോൾ ഗ്രീൻകില വിളിക്കുന്നതൊക്കെ എന്തുവാ സാറിനും മേഡത്തിനും പിന്നെ സിന്ദാബാദെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ആവശ്യമില്ല. അതെന്തിനാണ്? നിങ്ങൾ തെറ്റുകാരാണെങ്കിലും നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടോ ഒന്ന് ക്ഷമ പറഞ്ഞ് അത് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റുള്ളവരെ പിന്നെയും അങ്ങനെയല്ല ഞങ്ങൾ നിരപരാധി കളിക്കാൻ നിൽക്കാതെ അത് തെറ്റ് പറഞ്ഞ് അവരുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പം പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് ഇന്ത്യയായത് അല്ലെ, അതിലും വലിയ രസം ഇത് കേരളത്തിലാണ്. അപ്പം കേരളത്തിൽ ചില തൊഴിൽ നിയമങ്ങളും ചില കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അനുസരിച്ച് ഒരു സ്ഥാപനം പ്രവർത്തിച്ച് പോകണം. അത് ഇപ്പം ഇവിടുത്തെ നിയമത്തിന് അത് ബാധകം അല്ലെങ്കിൽ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യത്തോട് നിൽക്കണം. ചിലപ്പം ഗതികെട്ടവരായിരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഈ ജോലിക്ക് വരുന്നത്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും ഒത്തിരി പരിതാപമുള്ളവരായിരിക്കും ഈ ഗതികെട്ട് ഈ ഇതുപോലൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വരികയും അവരുടെ വീട്ടിലെ ഇപ്പം ഞാൻ പറയാം +2 അല്ലെങ്കിൽ ഡിഗ്രിയോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് ജോലിയില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് പലയിടത്തും വരുമ്പോഴായിരിക്കും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സെയിൽസ് ഗേളായിട്ടോ സെയിൽസിലൊക്കെ കിട്ടാതെ വരുമ്പോഴോ ഇങ്ങനെയൊക്കെയുള്ള ഇച്ചിരി വരുമാനം കൂടുതൽ കിട്ടുമെന്ന് ഓർത്തായിരിക്കും അവരൊക്കെ വരുന്നത്. അവരെയൊക്കെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയാലൊന്നും ഒന്നും നേടാനില്ല. അത് വേറെ കാര്യം. എന്നാൽ അതിലും ഏറ്റവും കൂടുതൽ കാര്യമെന്ന് പറഞ്ഞാൽ ഈ അവരങ്ങനെ പൈസ ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു എത്തിക്സ് വേണം. ചുമ്മാതെ എന്തുവാ